പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞായറാഴ്ചയാണ്, പക്ഷെ മഴ അങ്ങ് തകർത്ത് പെയ്യുവാണ് അല്ലേ? മഴയുടെ കാലമായാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പം തുടരും സിനിമയുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ ഷറഫുദ്ദീൻ പറഞ്ഞ ഒരു വീഡിയോ. അതാദ്യമേ നമുക്കതൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ഈ ലാലേട്ടൻ്റെ ചുറ്റിലും ഇപ്പം ഹോളിവുഡ് നടന്മാരും അതുപോലെ നിർമ്മാതാക്കളും ഒക്കെയാണ്, നോർത്ത് ഇന്ത്യൻ നിർമ്മാതാക്കളാണ് ലാലേട്ടന് ചുറ്റും ഇപ്പം വട്ടമിട്ട് കറങ്ങുന്നത് എന്ന് ഒരു സംശയം എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പം ഷറഫുദ്ദീൻ പറഞ്ഞു. അതാണിപ്പം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത്. നമുക്ക് ആദ്യമേ അതൊന്ന് കേൾക്കാം. നല്ലൊക്കെ ഒരുപാട് എല്ലാ ആക്ടേഴ്സും ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഇവരെല്ലാവരും പാടെ ചേർന്ന് മലയാള ഇൻഡസ്ട്രി തൂക്കി എന്നുള്ള രീതിയിൽ ഫോട്ടോ വരികയും ലാലേട്ടൻ മാത്രം മിസ്സിങ് ആവുകയും ഇത്തവണ എല്ലാം ചേർത്ത് ലാലേട്ടൻ തൂക്കി എന്നുള്ള രീതി 500 കോടി ഗ്രോസ് 500 കോടി ഗ്രോസാണ് മലയാളത്തിൽ ലാലേട്ടൻ ഈ വർഷം അടിച്ചിരിക്കുന്നത്. അതിപ്പോ തൽക്കാലം എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് മലയാള ഇൻഡസ്ട്രി അല്ല, എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ക്യാരവന് ചുറ്റും ഞാൻ അറിഞ്ഞത് ബോളിവുഡിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ആ ലെവലിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യബന്ധമായ വാക്കുകളാണ് ഷറഫുദ്ദീൻ പറഞ്ഞത്. അപ്പം ഇതിനകത്തെ സത്യാവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ റേഞ്ചിന് മുകളിലേക്ക് ലാലേട്ടൻ്റെ റേഞ്ച് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ രജനീകാന്ത്, വിജയ്, പ്രഭാസ്, ഇങ്ങനെ അല്ലു അർജുൻ, ഇങ്ങനെയൊക്കെ ഉള്ളവർ പറയുന്ന അവരുടെ ചിത്രങ്ങൾക്ക് ആദ്യത്തെ ദിവസം 100 കോടി അല്ലെങ്കിൽ 200 കോടി 500 കോടി എന്നൊക്കെ അടിക്കുന്ന ലെവലിലേക്ക് മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നടന്മാരുമായിട്ടുള്ള തുലനമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കളക്ഷൻ കൂടുതലായിട്ടുണ്ടാകുന്ന നടനെ തിരഞ്ഞു പിടിച്ച് വൻകിട നിർമ്മാതാക്കൾ തിരക്കി വരും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ 2 ചിത്രങ്ങളിൽ ഇപ്പം അഭിനയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഋഷഭ, അതുപോലെ കണ്ണപ്പയിലെ ചെറിയ ഗസ്റ്റ് റോളാണ്. പക്ഷേ ഋഷഭയിലെ മികച്ചൊരു മെയിൻ കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്നത് എന്നറിയുന്നു. അതിൻ്റെ പോസ്റ്ററും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കഥയായിട്ട് പറയുന്നത് അച്ഛനും മകനും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിൽ അച്ഛനും മകനുമായിട്ടൊക്കെ ജനിക്കുന്നത്. പണ്ടൊക്കെ ഓരോരുത്തർ പറയുന്ന കേൾക്കാം അല്ലേ, ഈ ജന്മത്തിലെ ശത്രുക്കളാണ് അടുത്ത ജന്മത്തിൽ അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും മകനും ഒക്കെ ജനിക്കുന്നതെന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള കഥയാണ് അച്ഛനായിട്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പം രാജാവായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്ന മോഹൻലാലിൻ്റെ പോസ്റ്റർ പുറത്ത് വന്നേക്കും. അങ്ങനെ ഇതൊരു വൺ ബഡ്ജറ്റ് ചിത്രമാണ്. എനിക്ക് തോന്നുന്നു ഒരു 200 കോടി 500 കോടി റേഞ്ചൊക്കെ കളക്ഷൻ റെക്കോർഡ് തീർക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഋഷഭ എന്ന ചിത്രം. അതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ തന്നെ മുഖച്ഛായ മാറ്റുന്ന ചിത്രമായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ലെവലങ്ങ് വേറെ ആയിരിക്കും. അപ്പം മോഹൻലാലിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. മോഹൻലാലിൻ്റെ ആദ്യത്തെ 100 കോടി ചിത്രം എന്ന് പറയുന്ന എല്ലാവരും പുലിമുരുകൻ എന്ന് പറയുമെങ്കിലും അതല്ല. ജനതാ ഗ്യാരേജ് എന്ന് പറയുന്ന ചിത്രമാണ് തെലുങ്കിലെ ആദ്യത്തെ ചിത്രമായിരുന്നു. മോഹൻലാലിൻ്റെ നമ്മുടെ ജൂനിയർ MGRമായിട്ട് അഭിനയിച്ച ചിത്രം. അതായിരുന്നു ആദ്യത്തെ 100 കോടി. 135 കോടിയാണ് അത് കളക്ട് ചെയ്തത്. അതാണ് തെലുങ്കിലെ ട്രെൻഡിങ് തന്നെ മാറ്റുന്നത്. അങ്ങനെയാണ് തെലുങ്ക് 100 കോടിയിലൊക്കെ കടക്കുകയും ഒക്കെ പിന്നെ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പം അങ്ങനെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഈ തുടർച്ച. അപ്പം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലാവും. അപ്പോൾ മോഹൻലാൽ ഏത് ലെവലിൽ വരെ പോകും എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ വയ്യാത്ത ലെവലിലാണ്. പിന്നെ ഷറഫുദ്ദീന് കഴിഞ്ഞ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, മോഹൻലാലിൻ്റെ ചിത്രം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ വയ്യാതെ കിടക്കുന്ന അമ്മോ വരെ തിയേറ്ററിലെത്തുന്ന കാലമാണ് എന്ന് പറഞ്ഞു. അത് അച്ചിട്ട് കാര്യമാണ്. അപ്പം ഷറഫുദ്ദീനെ സംബന്ധിച്ച് മിക്കവാറും പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള മോഹൻലാൽ അത് തന്നെ ഒന്നുമില്ലെങ്കിൽ ഇൻ്റർവ്യൂവുമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടേ. ലാലേട്ടൻ എന്ന് പേരെഴുതി കാണിക്കുമ്പം അത് കാണാൻ വേണ്ടി ആൾക്കാർ തയ്യാറാവും. അതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ഇപ്പോൾ ഏതായാലും തുടരുക എന്ന ചിത്രത്തിൻ്റെ 30ാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. അപ്പം കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം 30ാമത്തെ ദിവസം ശനിയാഴ്ച 2 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത് 8,07,00,000 എത്തുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് 1 ലക്ഷം 3,58,00,000. തമിഴ്നാട്ടിൽ നിന്ന് 1 ലക്ഷം 5,81,00,000. കേരളത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 75 ലക്ഷം തന്നെയാണ്. 116,12,00,000 കേരളത്തിലെ കളക്ഷൻ കടക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷം, അങ്ങനെ 4,17,00,000 എത്തുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഉദ്ദേശിച്ച് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളല്ലാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടാണ് 1 ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 30ാമത്തെ ദിവസവും ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ഇല്ലേ? അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 137,75,00,000 പിന്നെ ഓവർസീസിൽ നിന്ന് 93 കോടി നേടിയ ചിത്രം ടോട്ടലായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് 230,75,00,000 രൂപയാണ് ഇന്നലെ 30ാം തീയതി വരെ ഈ ചിത്രം നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ചയെ സംബന്ധിച്ച് മികച്ച കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഒരുപക്ഷെ 1.5 കോടി റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തുടരും ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ആ ലെവൽ രീതിയിൽ തന്നെയാണ് ചിത്രം മാറുന്നത്. ഏകദേശം 1,200-ന് മുകളിലുള്ള ടിക്കറ്റാണ്. അപ്പം ഞായറാഴ്ച ദിവസത്തെ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിൽപ്പന നോക്കിയാലും ഈ 30ാമത്തെ ദിവസവും 1 മണിക്ക് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപൂർവം സിനിമകളിൽ ഒരെണ്ണമാണ് തുടരുക എന്ന ചിത്രം. അങ്ങനെ 1,230 ടിക്കറ്റാണ് മണിക്കൂറിൽ തുടരുക എന്ന ചിത്രത്തിൻ്റെതായി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തുടരുക എന്ന ചിത്രം ഇന്നും വമ്പൻ കളക്ഷൻ തന്നെ കൊയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏത് ലെവൽ വരെ എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പം കൊഴുത്തിരിക്കുന്ന മഴയത്തും തുടരുക എന്ന ചിത്രം വമ്പൻ വിജയത്തിലേക്കാണ് ഞായറാഴ്ചയും മാറുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പം അങ്ങനെ തുടരുക എന്ന ചിത്രത്തിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും അതുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അപ്പോൾ തുടരുക എന്ന ചിത്രത്തിൻ്റെ കളക്ഷനും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കഥകളുമൊക്കെ പറയാൻ വേണ്ടി നമുക്കൊരു ഉണർവാണ്, മഴയത്തും നമുക്ക് ഉണർവാണ്, കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യവും. അപ്പം പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്താം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അപ്പം വീണ്ടും എത്തും വരെ എല്ലാവർക്കും ഓക്കെ, ബൈ.